അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡ് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് കാണിക്കുന്നതിന് നമ്മുടെ ശാലിനി നമ്മുടെ മിനിസ്റ്റർ പോയി കാണുകയും സഹായം ചോദിക്കുകയൊക്കെ ചെയ്യുന്ന സീനുകളായിരുന്നു. അപ്പം മിനിസ്റ്റർ പറയുന്നുണ്ട്, ഇതിൽ ഇടപെടേണ്ട, നാറ്റക്കേസാണ്, മീഡിയ മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്ന കേസാണ്, അതുകൊണ്ട് തന്നെ ഞാനിതിൽ ഇടപെടാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആവശ്യമായ ശാലിനി വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ ഈ കഥകളൊക്കെ പറയുകയാണ്. അപ്പോഴാണ് ടീച്ചർ അമ്മ സത്യഭാമയെ കാണാൻ പോയതും അവിടുന്ന് ഇറക്കി വിട്ട കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, അമ്മ എന്തിനാണ് പോയത്, അവരതൊന്നും ഏൽക്കത്തുമില്ല, അതുപോലെ അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീയാണ്, അവരായതുകൊണ്ടാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്, നമ്മളുമെല്ലാം ആയിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നീട് നമ്മുടെ വിഷ്ണു ജോലിക്കായി താൻ മുമ്പ് സഹായിച്ചിട്ടുള്ള ഒരാളുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ ഓഫീസാണ്. അപ്പോൾ അയാൾ പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് പറ്റിയ ജോലിയൊന്നുമില്ല, 4ാം ക്ലാസ് പഠിച്ചവർക്ക് ജോലിയൊന്നും ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. ഇവിടെ ചായ അടിക്കുന്നവർ പോലും MBA PG ഒക്കെ ഉള്ളവരാണെന്ന് പറയുന്നു. അങ്ങനെ വിഷ്ണു അയാളുടെ മുമ്പിൽ കെഞ്ചുകയാണ്, എന്തെങ്കിലും ഒരു ജോലി തരാൻ പറഞ്ഞു. അപ്പോൾ അയാൾ കൊടുക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ വിഷ്ണു സങ്കടത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അയാൾ പുച്ഛത്തോടെ പറയുന്നു, ഈ 4ാം ക്ലാസ് ഗുസ്തിയും വെച്ചുകൊണ്ട് എവിടെ പോയാലും ജോലി കിട്ടില്ല എന്ന് പറയുന്നു. ഇത് ചെന്ന് വിഷ്ണു തന്നെ കൂട്ടുകാരനോട് പറയുന്നത്, അപ്പം നമുക്ക് വേറെ അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നു. അങ്ങനെ വിഷ്ണു പറയുന്നത്, സാരമില്ല, നമ്മുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ സത്യഭാമ പിള്ളയ്ക്ക് ആവശ്യമായൊരു തുക കൊടുക്കുന്നു കയ്യിൽ. എന്നിട്ട് പിള്ളയോട് നാളെ മുതൽ ഇവിടെ ജോലിക്ക് വരണ്ട എന്ന് പറയുന്നു. വേറൊന്നും കൊണ്ടല്ല അവരുദ്ദേശിക്കുന്നത്, വീട് ജപ്തിയാകും, അപ്പം അവരുടെ കൂടെ നിന്നവരെയൊക്കെ അവർ സേഫ് ആക്കുക എന്നതാണ് അവരുദ്ദേശിക്കുന്നത്. പിള്ളയ്ക്ക് അത് കേട്ട് ഭയങ്കര സങ്കടമാകുന്നു. പിള്ള രാഘവൻ നായരുടെ കാലിൽ പോയി വീഴുകയാണ്. സാർ പറഞ്ഞത് കേട്ടില്ലേ, നാളെ മുതൽ എന്നോട് വരണ്ട എന്നാണ് പറയുന്നതെന്ന് പറയുന്നു. അപ്പം നമ്മുടെ പൊന്നിയും ഇതും അവിടെ കേട്ടോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പൊന്നീനെയും പറഞ്ഞുവിടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും എല്ലാവരെയും വിട്ടുന്ന അവർക്കിനി വരുമാനവും ശമ്പളവും ഒന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരെയും പറഞ്ഞു വിടുന്ന രീതിയിലാണ് സത്യഭാമ ഇരിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും സത്യഭാമ പറഞ്ഞു വിട്ടതിന് ശേഷമായിരിക്കും അവരവിടുന്ന് ഇറങ്ങുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡ് ഇതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.